പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുവന്ന വിക്രമിനോട് ശ്രീനിവാസൻ സാർ പറയുന്നത് നിനക്ക് വേണ്ടി വാദിക്കാമെന്ന് പറയുന്ന വക്കീൽ ഒഴിയാണെന്നാ പറയുന്നത് എന്ന് പറയും. അപ്പോൾ വിക്രം പറയുന്നത് അതിനെ കോടതിയിൽ എനിക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും അതൊക്കെ വാങ്ങിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയും. എനിക്കതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് നിന്റെ ഭാര്യയായിട്ടുള്ള വേദ നിനക്കെതിരെ സാക്ഷി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. അന്നേരം ജോസഫ് ചോദിക്കുന്നുണ്ട് എന്നാലും എന്തിനായിരിക്കും വേദ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വേദക്ക് മറ്റാരേക്കാളും കൂടുതൽ വിക്രമിനെ അറിയാവുന്നതല്ലേ? പല സാഹചര്യങ്ങളും വേദ വിക്രമിനെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവരും വിക്രമിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് പോലും വിക്രമിനെ വേണ്ടി വാദിച്ചിട്ട് വിക്രമിനെ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത് പോലും വേദയായിരുന്നു. എന്നിട്ടിപ്പോൾ വേദയ്ക്ക് ഇത് എന്ത് പറ്റിയെന്നിങ്ങനെ ജോസഫ് പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാറും വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കണേ. ആ സമയത്തിന് വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മതി, ഇനി നിങ്ങളെല്ലാവരും വേദയെക്കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണ്ട. ഒരു പക്ഷേ അവളുടെ ഭാഗത്താണ് ശരിയെന്നുള്ള കാര്യം അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. എനിക്കേതായാലും ഇതിൻ്റെ പേരിൽ വേദയോട് യാതൊരു ദേഷ്യവുമില്ല എന്ന് പറഞ്ഞു നിൽക്കുമായിരിക്കട്ടെ വിക്രം. അന്നേരം ആർക്കും MLA വാസവൻ അവിടെ വന്ന് കോടതിൻ്റെ മുന്നാകെ വന്ന് ഇറങ്ങുന്നത്. വാസവൻ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇവരെ 3 പേരെ നോക്കുന്ന സമയത്തിന് വിക്രം അതിലേറെ ദേഷ്യത്തിൽ കണ്ണുരുട്ടിക്കൊണ്ടായിരിക്കട്ടെ വാസവനെ നോക്കുന്നത്. വാസവൻ നേരെ വിക്രമിൻ്റെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് ചെല്ലുന്നുണ്ട് എന്ന് മാത്രമല്ല വിക്രമിനോടായിട്ട് പറയുന്നത് ഇപ്പം ഞാൻ നിന്നെ കണ്ടുമുട്ടിയത് ഈ കോടതിക്കകത്തായി പോയി. നിന്നെ പുറത്തെങ്കിലും വെച്ചിട്ട് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഈ MLA വാസവൻ ആരാണെന്ന കാര്യം താൻ ശരിക്കും അങ്ങ് അറിയുമെന്നൊക്കെ പറയും. അന്നേരം ശ്രീനിവാസൻ സാറ് പറഞ്ഞത് ഭീഷണിയുടെ സ്വരമൊന്നും വേണ്ട, നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക് വാസവ. അന്നേരം വാസവൻ ഒന്നും വേണ്ടാതെ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തായിരിക്കട്ടെ വേദയും അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. വേദയെ കാണുന്ന സമയത്തിന് വിക്രം കണ്ണിമ വെട്ടാതെ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വേദ അങ്ങോട്ടേക്ക് നടന്നു വരുന്ന സമയത്തിന് ശ്രീനിവാസൻ സാറ് ചോദിക്കുന്നുണ്ട് വേദയ്ക്ക് ഇപ്പോൾ സമാധാനമായല്ലോ അല്ലേ? വിക്രമിന് വേണ്ടി വാദിക്കാമെന്ന് പറഞ്ഞ വക്കീൽ ഇപ്പം ഏതായാലും വക്കാലത്തൊഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിക്രമിന് വാദിക്കാൻ ആരും തന്നെയില്ല. വിക്രത്തിന് ഈ കാര്യത്തിൽ ശിക്ഷ കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായി എന്നൊക്കെ പറയാട്ടോ. എന്തിനാ കുട്ടി പാവം വിക്രമിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വിക്രം കാലാകാലം ജയിലിൽ കിടക്കുന്നത് കാണാനാണോ കുട്ടിക്ക് ഇഷ്ടം? അന്നേരം വേദ വിക്രമിനെ നോക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് വിക്രമിനെ ഞാൻ രക്ഷിക്കേണ്ട സാഹചര്യത്തിലൊക്കെ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും വിക്രമിനെ കൈയൊഴിഞ്ഞ സമയത്ത് പോലും വിക്രമിനെ ചേർത്ത് പിടിച്ചത് ഞാനാണ് എന്ന കാര്യം അത് മറ്റാരേക്കാളും കൂടുതൽ ശ്രീനിവാസൻ സാറിന് തന്നെ അറിയാലോ. വിക്രമിനിപ്പോൾ കൂടെ നിൽക്കാൻ എല്ലാവരും ഉണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ നിന്നിട്ട് എന്തിനാ? വിക്രമിന് പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും ഇങ്ങനെ തല്ലാനും കൊല്ലാനും പോവാനാണോ? എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ പിന്നെ വിക്രമിനെ രക്ഷിക്കാൻ ആരും തന്നെ കാണില്ല. സാറ് പോലും വിക്രമിനെ കൈയൊഴിഞ്ഞിട്ടില്ലേ? അതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നിങ്ങനെ വേദ വിളിച്ചു പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാറിന് പിന്നെ അതിനെന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ തലകുനിച്ചിരിക്കുക. വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് മതി, നിർത്ത്, നിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ഞാൻ ഏതായാലും ഇതിൻ്റെ പേരിൽ അങ്ങ് ജയിലിൽ കിടന്നോളാം, അതാവുമ്പോൾ നിനക്ക് പിന്നെ ശല്യാവില്ല. വിക്രമിൻ്റെ ഈ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വേദയുടെ മനസ്സ് പെടയുന്നു. താൻ എന്തുകൊണ്ടാണ് വിക്രം ഇതിനായിട്ട് ഈ ഒരു സാക്ഷി പറയുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേദയ്ക്ക് വിക്രമിനോട് തുറന്നു പറയണമെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് വേദ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വിക്രമിനോട് മാത്രമായിട്ട് സംസാരിക്കണം, നിങ്ങളൊന്നിങ്ങോട്ടേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രമിനെ വിളിക്കും. അന്നേരം വിക്രം ഒന്നിങ്ങനെ ശ്രീനിവാസൻ സാറിനെയും രാജേട്ടനെയും ഒന്ന് നോക്കിയതിന് ശേഷം നേരെ വേദയുടെ കൂടെ അവിടെ നിന്നും പോകുന്നുണ്ട്. വേദ വിക്രമിനെ മാറ്റി നിർത്തിയതിന് ശേഷം വിക്രം വന്ന് ചോദിക്കുന്നത് നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? അന്നേരം വേദ വിക്രമിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കെതിരായിട്ട് ഈ ഒരു സാക്ഷി പറഞ്ഞത് ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ആ സത്യം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് അത് പിന്നെ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം യാതൊരുവിധ സുരക്ഷയും ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം ആ ശ്രീനിവാസൻ സാറുമായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരും കൂട്ടുകെട്ടും അവസാനിപ്പിക്കണം. എനിക്ക് അതിനുശേഷം എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാവണം നിങ്ങൾ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്. ആ കാര്യം മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രം കണ്ണിമ വെട്ടാതെ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് CI അങ്ങോട്ടേക്ക് വന്നിട്ട് വിക്രം എവിടെ സാർ എന്ന് ചോദിക്കുന്ന സമയത്തിന് കോൺസ്റ്റബിൾ ഇതേ അവിടെ നിൽക്കുന്നുണ്ട് സാർ എന്ന് പറയും. അപ്പോൾ വിക്രമും വേദയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരും. CI വന്നിട്ട് അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്ര മാത്രം എന്താ സംസാരിക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കും. വിക്രമിനാണെങ്കിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ വേദയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും CI വന്നിട്ട് മതി സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് വിക്രമിൻ്റെ കയ്യും പിടിച്ചു വലിച്ച് അവിടെ നിന്നങ്ങ് കൊണ്ടുപോകും. അങ്ങനെ വിക്രമിനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് പോലും വിക്രം ഇടയ്ക്കിടയ്ക്ക് വേദയെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടായിരിക്കും അവിടെ നിന്നങ്ങ് പോകുന്നത്. വേദയുടെ മനസ്സിലാണെങ്കിൽ വിക്രമിനോട് പറയാൻ ബാക്കി വെച്ച ഒത്തിരിയധികം 100 കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു കേസ് വിളിക്കുന്നതോടുകൂടി തന്നെ കോടതിക്ക് മുൻപാകെ വിക്രമിനെ ഹാജരാക്കുന്ന സമയത്തിന് ശങ്കരൻ നാരായൺ ഭയങ്കര ദേഷ്യത്തോടു കൂടിയായിരിക്കും വിക്രമെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നത്.
അന്നേരം വേദയും അവിടെ വന്നിരിക്കുന്നുണ്ട്. പ്രതിക്ക് വേണ്ടി വാദിക്കാൻ വക്കീലില്ലേന്ന് ചോദിക്കാട്ടോ. അന്നേരം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ദർശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ക്ഷമിക്കണം സർ, ഇത്തിരി വൈകിപ്പോയി. ഞാനാണ് വിക്രമിന് വേണ്ടി വാദിക്കുന്ന വക്കീല്. എന്നാൽ ദർശൻ ആ ഒരു കേസ് ഏറ്റെടുക്കുന്നതോടുകൂടി തന്നെ ശങ്കരനാരായൺ ആകങ്ങ് ഞെട്ടിപ്പോവാണ്. അന്നേരം ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത മട്ടിലായിരിക്കട്ടോ വേദങ്ങനെ നന്ദിനെയും കമലമ്മയും നോക്കുന്നത്. ദർശനാണ് വിക്രമിന് വേണ്ടി വാദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ കമലമ്മയുടെ മനസ്സിൽ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ദർശൻ ഏതായാലും വിക്രമിനെ രക്ഷിക്കുമെന്നൊരു പ്രതീക്ഷയായിരിക്കട്ടോ കമലമ്മക്ക്. ദർശനെ കാണുന്ന സമയത്തിന് വേദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരിക്കും? വിക്രമും ഈ സമയത്ത് ഞെട്ടിൽ മാറാതെ ദർശനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ വിക്രമിനെ വാദിക്കുന്നത് ദർശനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശങ്കരനാരായണന് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നും പറയും. അന്നേരം ശങ്കരന്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ ദർശൻ അങ്ങ് ചിരിക്കാണ്. ആ സമയത്തിന് വിക്രം ദർശനെയും വേദയെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രമിനെ കൂട്ടിക്കൊണ്ട് പോലീസുകാരൻ അവിടെ നിന്നങ്ങ് പോകുന്നതോടുകൂടി തന്നെ വിക്രമിനോടൊന്ന് സംസാരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ദർശൻ. അന്നേരം പോലീസുകാർ വിക്രമിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തിന് വിക്രം പറയുന്നത്, എനിക്ക് ദർശനോടൊന്ന് സംസാരിക്കണമെന്ന് പറയും. അന്നേരം CI പറയുന്നത്, വേണ്ട, ഇനി നീ ആരോട് കൂടുതലൊന്നും സംസാരിക്കണ്ട. അപ്പോഴേക്കും ദർശൻ സംസാരിക്കാൻ വേണ്ടി വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നതും കണ്ടുകൊണ്ട് തന്നെ പോലീസുകാർ പെട്ടെന്ന് തന്നെ വിക്രമിനെ വേഗം ജീപ്പിൻ്റെ അകത്തേക്ക് കയറ്റി. ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് തന്നെ വേദ വന്ന് വിക്രമിനെ നോക്കുന്ന സമയത്തിന് വിക്രം വീണ്ടും കണ്ണുമ വെട്ടാതെ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. കോടതിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ശ്രീജ കമലമ്മയോട് പറയുന്നത്, ദർശൻ സാറല്ലേ വിക്രമിന് വേണ്ടിയിട്ട് വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. ദർശൻ കേസ് വാദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വിക്രമിനെ രക്ഷിക്കാൻ പറ്റുമമ്മേ. അന്നേരം അത് കേട്ട് നന്ദിനി പറഞ്ഞിട്ട്, ഇതിൻ്റെ പുറകിലും എന്തോ ചതി മണക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഈ രാമൻ വക്കീൽ അവിടെ നിന്നും മാറിയിട്ട് ആ സ്ഥാനത്തേക്ക് ദർശൻ വക്കീൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനി മറ്റൊരു കെണിയായിരിക്കും. അമ്മേ, നമ്മളെല്ലാവരും ഇപ്പോൾ വേദയെ നമ്മുടെ വീട്ടിൽ തള്ളി പറയല്ലേ. അവൾ തന്നെ ഒരു പക്ഷേ ദർശൻ വക്കീലിനെ കൊണ്ട് ഈ കേസ് ഏറ്റെടുപ്പിച്ചതാണെങ്കിലോ? ഏതായാലും അവൾ ഈ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സമയത്തിന് വിക്രമിന് ഒരിക്കലും പുറത്തിറക്കാൻ പറ്റില്ല എന്ന കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവളുടെ നാടകമായിരിക്കും അമ്മേ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാണ്. ഈ സമയത്തായിരിക്കട്ടോ കോടതിക്ക് പുറത്തിറങ്ങിക്കൂടതിൻ്റെ ദർശൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ദർശനെ കാണുന്ന സമയത്തന്നെ നന്ദിനി ചോദിക്കുന്നുണ്ട്, അല്ല സാറ് വിക്രമിന് വേണ്ടിയിട്ട് കേസ് വാദിക്കാൻ കോടതിയിൽ ഹാജരാവാൻ കാരണം എന്താണെന്ന് ചോദിക്കും. അന്നേരം ദർശൻ ചിരിച്ചുകൊണ്ട് തന്നെ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ, ഞാൻ വിക്രമിന് വേണ്ടിയിട്ട് ആ ഒരു കേസ് ഏറ്റെടുത്തത് നന്ദിനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ദർശന്റെ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ നന്ദിനി പിന്നെ എന്ത് പറയണമെന്നറിയാതെ ആകങ്ങനെ ചമ്മലോടെ നിൽക്കുമായിരിക്കും. അന്നേരം കമലമ്മ കരഞ്ഞുകൊണ്ട് തന്നെ ദർശനോട് പറഞ്ഞിട്ട്, സാർ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ രക്ഷിക്കണം. അവൻ ഒരിക്കലും അങ്ങനെ ജയിലിലൊന്നും കിടക്കാൻ പാടില്ല. ഇതൊരു പാവം അമ്മയുടെ അപേക്ഷയാണ്. എങ്ങനെയെങ്കിലും സാറിൻ്റെ മകനെ ഒന്ന് രക്ഷിക്കുമെന്ന് അങ്ങനെ കൈകൂപ്പിക്കൊണ്ട് ചോദിക്കാട്ടെ കമൽ. അന്നേരം ദർശൻ വക്കീൽ പറഞ്ഞിട്ട്, അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, ഏതായാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് വേദിയുടെ മൊഴി തന്നെ. എന്നാലും എൻ്റെ മാക്സിമം തന്നെ ഞാൻ ട്രൈ ചെയ്യാം. അതിനുവേണ്ടി തന്നെയല്ലേ ഞാൻ ഈ കേസ് ഏറ്റെടുത്തു. ഏതായാലും വിക്രമിന് യാതൊരു കേസുമില്ലാതെ പുറത്തിറക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നാളെ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദർശൻ അവിടെ നിന്നും പോകും. അന്നേരം കമലമ്മ വീണ്ടും പുറകെ ചെന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, എന്നാലും എൻ്റെ മോന് ജാമ്യം കിട്ടുമായിരിക്കുമല്ലേ സർ? വേദിയോട് ഞാൻ അവളുടെ കാല് പിടിച്ച് പറഞ്ഞതാണ്, ഒരിക്കലും എൻ്റെ മകനെതിരായിട്ട് സാക്ഷി പറയരുത്. ഞാൻ എത്ര പറഞ്ഞിട്ടും വേദ കേട്ടില്ല. ഇനി എൻ്റെ മോനെ രക്ഷിക്കാൻ സാറിന് മാത്രമേ കഴിയുള്ളൂ. സർ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ രക്ഷിക്കണം. ഞാൻ വേണമെങ്കിൽ സാറിൻ്റെ കാല് പിടിക്കാമെന്നിങ്ങനെ കമലമ്മ കരഞ്ഞു പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ദർശൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ അമ്മേ, ഞാൻ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാൻ നോക്കാം. കമലമ്മ ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. ആ സമയത്ത് തന്നെ ദർശൻ്റെ അടുത്തേക്ക് വേദ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ദർശൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. വിക്രമിനെ പുറത്തിറക്കണമെന്നാണോ ദർശൻ്റെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ തന്നെ ആര് പറഞ്ഞിട്ടാ വിക്രത്തിൻ്റെ വക്കാലത്ത് ദർശൻ ഏറ്റെടുത്ത്? അന്നേരം ദർശൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ എന്തിനാ തന്നോട് പറയുന്നത്? താൻ എൻ്റെ എതിരാളിയാണ്. വിക്രമിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. അവനെ ഞാൻ ഈ കേസിൽ നിന്നും രക്ഷിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്നിങ്ങനെ ദർശൻ പറയുന്നത് കേൾക്കുന്ന സമയത്തിൻ്റെ വേദ ദേഷ്യപ്പെട്ട് ദർശൻ എങ്ങനെ നോക്കും. എന്നാൽ ദർശൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാവാതെ വേദ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഇനി MLA വാസവന് വേണ്ടിയിട്ടാണോ ദർശൻ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തന്നെ ഒരു നിഷ്കളങ്കമായ ചിരിയും പാസാക്കി നിൽക്കുന്ന ദർശനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ല.